എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അടുത്ത ആഴ്ച ഡിവിഡൻഡ് കൊടുക്കുന്ന കുറച്ച് സ്റ്റോക്കുകൾ, കുറച്ചല്ല കൂടുതൽ സ്റ്റോക്കുകൾ, ഏകദേശം 24 കമ്പനികളുടെ ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട് അടുത്ത ആഴ്ച ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പോൾ ആ കമ്പനികൾ, അതിൽ ചില കമ്പനികൾ 45 രൂപയും 50 രൂപയും വരെയൊക്കെ ഡിവിഡൻഡ് കൊടുക്കുന്നു ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കമ്പനി അടുത്ത ആഴ്ച ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികൾ എന്നാണ് റെക്കോർഡ് ഡേറ്റ്, ഡിവിഡൻഡ് എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിന് നേരിട്ട് പോവാം. നമ്മളെ ആദ്യത്തെ ഷെയർ ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവ 1808 ക്ലോസ് റേറ്റ്. അതിൻ്റെ ഫെബ്രുവരി 12 അതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. 5 രൂപയുടെ ഒരു ഷെയറിന് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത ഷെയർ കൊച്ചിൻ ഷിപ്പ് യാർഡാണ്. അവസാനത്തെ ക്ലോസ് റേറ്റ് വന്നിരിക്കുന്നത് 905 രൂപയുടെ ക്ലോസ് റേറ്റ്. ഏകദേശം അതും 12 ഫെബ്രുവരി തന്നെയാണ് റെക്കോർഡ് ഡേറ്റായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഒരു ഷെയറിന് 3 രൂപ 50 പൈസ വെച്ചിട്ട് നമുക്ക് കിട്ടും. അടുത്ത ഷെയർ ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. 184 രൂപ 60 പൈസയാണ് അതിൻ്റെ ഇപ്പോൾ നടക്കുന്ന മാർക്കറ്റ് റേറ്റ്. ഭാരത് ഇലക്ട്രോണിക്സിന് 9 ഫെബ്രുവരി 9 റെക്കോർഡ് ഡേറ്റ്. 70 പൈസയുടെ ഒരു ഷെയറിന് 70 പൈസ വെച്ചിട്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അടുത്ത ഷെയർ ശാന്തി ഗിയർ ആണ്. ശാന്തി ഗിയർ 536 രൂപ 95 പൈസയുടെ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശാന്തി ഗിയർ 9 ഫെബ്രുവരി 9 അത് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് 3 രൂപ ഒരു ഷെയറിന് നമുക്ക് 3 രൂപ വെച്ചിട്ട് ഡിവിഡൻഡ് കിട്ടും. അടുത്ത ഷെയർ അദ്വാനി ഹോട്ടൽസ് ആണ്. അടുത്ത ഷെയർ 156 രൂപ 10 പൈസയുടെ ക്ലോസ് റേറ്റ് വന്നിട്ടുള്ളത്. 2 രൂപയുടെ ഫെബ്രുവരി 9 അതിൻ്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. 2 രൂപ വെച്ചിട്ട് നമുക്ക് ഡിവിഡൻഡ് കിട്ടും അതിന്. അടുത്ത ഷെയർ ഡോളറ്റ് അൽഗോടെക് 82 രൂപ 80 പൈസയുടെ ക്ലോസ് റേറ്റ്. അതിൻ്റെ ലാസ്റ്റ് ക്ലോസ് റേറ്റ്. ഡോളറ്റ് അൽഗോടെക്കിന് 10 പൈസയുടെ നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടാം. ഒരു ഷെയറിന് 10 പൈസ. 9 അതിൻ്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ട്. അടുത്തത് IB ഇൻഫോടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. IB ഇൻഫോടെക് എൻ്റർപ്രൈസസ് 153 രൂപ 40 പൈസയുടെ അതിൻ്റെ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടക്കുന്നത്. IB ഇൻഫോടെക് നമുക്ക് ഡിവിഡൻഡ് 50 പൈസയുടെ അതിൻ്റെ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യത. 9 ഫെബ്രുവരി തന്നെയാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. അടുത്ത ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത മറ്റൊരു ഷെയറാണ് PH ക്യാപിറ്റൽ 138 രൂപ 35 പൈസയുടെ അതിൻ്റെ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. PH ക്യാപിറ്റൽ 0.25 പൈസയുടെ നമുക്ക് 25 പൈസയുടെ ഒരു ഷെയറിന് ഡിവിഡൻഡ് ആയിട്ട് കിട്ടാം. 25 പൈസ ഡിവിഡൻഡ്. അടുത്തത് QGO ഫിനാൻസ് ലിമിറ്റഡ് 67 രൂപ 84 പൈസയുടെ ക്ലോസ് റേറ്റ്. QGO ഫിനാൻസ് 15 പൈസയുടെ നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടാം. അത് 9 ഫെബ്രുവരി ആണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. 15 പൈസ ഡിവിഡൻഡ് കിട്ടും. അടുത്ത ത്രിവേണി എൻ്റർപ്രൈസസ് ആണ്. നമുക്ക് അറിയാം ത്രിവേണി എൻ്റർപ്രൈസസ് 337 രൂപയുടെ കറണ്ട് ക്ലോസ് റേറ്റ്. ഏകദേശം 2 രൂപ 25 പൈസയുടെ അതിൻ്റെ ഡിവിഡൻഡ് കിട്ടാം. അത് 9 ഫെബ്രുവരി തന്നെയാണ് അതിൻ്റെ ഡിവിഡൻഡ് ഡിക്ലെയർ കൊടുക്കുന്ന ഡേറ്റ്. അപ്പോൾ 9 ഫെബ്രുവരിയിൽ നമുക്ക് ആ ഷെയർ കയ്യിലുണ്ടായിരിക്കണം. അടുത്ത ഷെയർ GPT ഇൻഫ്രാ പ്രോജക്റ്റ് 158 രൂപ 25 പൈസയുടെ കറണ്ട് നടക്കുന്ന മാർക്കറ്റ് റേറ്റ്. GPT ഇൻഫ്രാടെക്കിന് 1 രൂപയുടെ നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടാം. 1 രൂപ ഡിവിഡൻഡ് കിട്ടും നമുക്ക്. അടുത്തത് KPIT ടെക്നോളജി 1577 കറണ്ട് മാർക്കറ്റ് റേറ്റ് നടക്കുന്നത്. 2 രൂപ 10 പൈസയുടെ ഡിവിഡൻഡ് അത് കിട്ടുക നമുക്ക്. അത് 9 ഫെബ്രുവരി 2024 റെക്കോർഡ് ഡേറ്റ്. അടുത്ത ഷെയർ ജൂബിലൻ്റ് ഇൻഗ്രേവിയ ലിമിറ്റഡ് 426 രൂപ 75 പൈസയുടെ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 2 രൂപ 50 പൈസ വെച്ചിട്ടാണ് ഡിവിഡൻഡ് കിട്ടുക നമുക്ക്.
9 ഫെബ്രുവരി 2024 അതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. ₹2.50 ഡിവിഡൻഡ് കിട്ടും. അടുത്തത് ജില്ലറ്റ് ഇന്ത്യ ലിമിറ്റഡ്. അത് വില കൂടിയ ഷെയറാണ്. 6,566 റേറ്റ്. അത് 45 രൂപയുടെ ഒരു ഷെയറിന് നമുക്ക് 45 രൂപയുടെ ഡിവിഡൻഡ് 8-ാം തീയതി ഫെബ്രുവരി 8-ാം തീയതിയാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഡിക്ലെയർ ചെയ്തത്. 45 രൂപ കിട്ടും നമുക്ക്. അടുത്തത് ITC ഷെയറാണ്. നമുക്ക് ITC 440 രൂപ 10 പൈസയുടെ അതിൻ്റെ ക്ലോസ് റേറ്റ്. ITCക്ക് 6 രൂപ 25 പൈസ കിട്ടും. ITCക്ക് അത് 8 ഫെബ്രുവരിയാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അടുത്തത് XRF ലിമിറ്റഡ് ആണ്. 2,318 രൂപയുടെ അതിൻ്റെ കറൻറ്റ് ക്ലോസ് റേറ്റ് വന്നിട്ടുള്ളത്. കറൻറ്റ് നടക്കുന്ന റേറ്റ് 2,318. SRF ലിമിറ്റഡ് അത് 3 രൂപ 60 പൈസയുടെ നമുക്ക് അതിൻ്റെ ഡിവിഡൻ്റായിട്ട് കിട്ടുക. 7 ഫെബ്രുവരിയാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. 3.60. അടുത്ത ഷെയർ VIP ഇൻഡസ്ട്രീസ് 531 രൂപയുടെ അതിൻ്റെ മാർക്കറ്റ് റേറ്റ് 531. അതിൻ്റെ നമുക്ക് റെക്കോർഡ് ഡേറ്റ് വരുന്നത് 7 ഫെബ്രുവരിയാണ്. VIP ഇന്ത്യയുടെ റെക്കോർഡ് ഡേറ്റ് 2 രൂപയുടെ ഒരു ഷെയറിന് കിട്ടുക. അടുത്ത ഷെയർ ബൻസാലി എഞ്ചിനീയറിംഗ് പോളിമേഴ്സ് ലിമിറ്റഡ് 105 രൂപയുടെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടക്കുന്നത്. ബൻസാലിക്ക് 1 രൂപയുടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. 1 രൂപ 7-ാം തീയതിയാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. അടുത്തത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത മറ്റൊരു ഷെയറാണ് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ കമ്പനി. അത് 1,160 അതിൻ്റെ കറൻറ്റ് നടക്കുന്ന മാർക്കറ്റ് റേറ്റ്. ചോളമണ്ഡലത്തിൽ 1 രൂപ 30 പൈസയുടെ നമുക്ക് ഡിവിഡൻഡ് കിട്ടുക. 7-ാം തീയതിയാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. 1 രൂപ 30 പൈസ കിട്ടും. അടുത്തത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, അതായത് HPSCL 488 രൂപയുടെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടക്കുന്നത്. അത് 15 രൂപയുടെ അത് ഡിവിഡൻഡ് കിട്ടുക. അത് 7-ാം തീയതി ഫെബ്രുവരി 7-ാം തീയതിയാണ് റെക്കോർഡ് ഡേറ്റ്. 15 രൂപ ഡിവിഡൻഡ് കിട്ടും. സിംഫണി ലിമിറ്റഡ് എന്ന് വെച്ചാൽ 937 രൂപയുടെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടക്കുന്നത്. സിംഫണിക്ക് 2 രൂപയുടെ ഡിവിഡൻഡ് കിട്ടുക നമുക്ക്. 7-ാം തീയതിയാണ് ഡിവിഡൻഡ് ഡേറ്റ്. 2 രൂപ ഡിവിഡൻഡ് കിട്ടും. അടുത്ത ഷെയറാണ് ശ്രീ സിമെൻറ്റ് 28,454 രൂപയുടെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടക്കുന്നത്. വലിയ വില കൂടിയ ഷെയറാണിത്. അതായത് 50 രൂപയുടെ ഡിവിഡൻഡ് കിട്ടും. ഒരു ഷെയറിന് 50 രൂപ നമുക്ക് ഡിവിഡൻഡ് കിട്ടും. 8-ാം തീയതി ഫെബ്രുവരി 8-ാം തീയതി റെക്കോർഡ് ഡേറ്റ് 50 രൂപ നമുക്ക് ഡിവിഡൻഡ് കിട്ടുക ഒരു ഷെയറിന്. അടുത്ത ഷെയർ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് 920 രൂപയുടെ അതിൻ്റെ കറൻറ്റ് നടക്കുന്ന മാർക്കറ്റ് റേറ്റ്. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അത് 4 രൂപയുടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് 4 രൂപ വെച്ചിട്ട് കിട്ടും. 7-ാം തീയതി നമ്മുടെ കയ്യിൽ ഷെയർ ഉണ്ടെങ്കിൽ 4 രൂപ നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അടുത്ത ഷെയർ കിർലോസ്കർ ഫിനോമാറ്റിക് കമ്പനി ലിമിറ്റഡ് 658 രൂപ 15 പൈസയുടെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. കിർലോസ്കർ ഫിനോമിന ലിമിറ്റഡിന് 6-ാം തീയതിയാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. 6 ഫെബ്രുവരി റെക്കോർഡ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള 2 രൂപ 50 പൈസയുടെ അതിന് നമുക്ക് ഡിവിഡൻ്റായിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ച കുറച്ച് ഷെയർസ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല വേറെ കണ്ടൻറ്റായി വരുന്നവരെ നമസ്കാരം.